ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ ട്രെയിൻ പാളം തെറ്റി 4 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. 25ഓളം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനത്തിനായി NDRF സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം, പുതിയ വിവരങ്ങൾ എന്താണ്? രക്ഷാപ്രവർത്തനം ഏത് ഘട്ടത്തിലാണ്? അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് റെയിൽവേ, എങ്കിലും അന്വേഷണം അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണ്. എങ്കിലും അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ടോ ബൽറാം ഈ ഘട്ടത്തിൽ? റിജിത്ത്, രക്ഷാപ്രവർത്തനം ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. എങ്കിൽ പോലും ട്രെയിനിന്റെ തെറിച്ചുപോയ ബോഗികളെല്ലാം തന്നെ മാറ്റി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആളുകൾ ആരെങ്കിലും ഈ ബോഗികൾക്ക് അകത്ത് കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നതടക്കമുള്ള പരിശോധനയാണ് ഇപ്പോൾ NDRFന്റെയും സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൽവേയുടെ പ്രത്യേക സംഘം ക്രെയിൻ അടക്കമുള്ള പ്രത്യേക രക്ഷാപ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന ട്രെയിൻ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതുപയോഗിച്ച് ഈ ബോഗികൾ ഉയർത്തിയാണ് ഇപ്പോൾ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ഈ റെയിൽവേ ഇക്കാര്യത്തിൽ അന്വേഷണവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമായും ഈ ഘട്ടത്തിൽ ഉയരുന്ന ഒരു സംശയം എന്നുള്ളത് അപകടത്തിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്നുള്ളതാണ്. ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പായി ഒരു സ്ഫോടന ശബ്ദം കേട്ടതായി ഈ ലോക്കോ പൈലറ്റ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ അട്ടിമറി സാധ്യതകൾ അടക്കം പരിശോധിക്കുമെന്നാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം. ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയായിരിക്കും ഈ കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുക. പോലീസിന്റെ സഹായവും ഇതിനായി തേടുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗോണ്ട ജില്ലയിൽ ഈ അപകടം ഉണ്ടായത്. ചണ്ഡീഗഡിൽ നിന്നും ദിബ്രുഗഡിലേക്ക്, അസമിലെ ദിബ്രുഗഡിലേക്ക് പോകുകയായിരുന്ന ട്രെയിനാണ് പാളം തെറ്റി അപകടത്തിൽപ്പെട്ടത്. 12ഓളം ബോഗികളാണ് പാളത്തിൽ നിന്നും തെന്നി മാറിയത്. ഈ സാമാന്യ വേഗതയിലായിരുന്നു ഈ ഘട്ടത്തിൽ ട്രെയിൻ എന്നാണ് ദൃക്സാക്ഷികളിൽ നിന്നും ലഭിക്കുന്ന വിവരം. കാരണം പല ബോഗികളും AC കോച്ചുകൾ അടക്കം തലകീഴായി മറിഞ്ഞ നിലയിലാണ് അപകട സ്ഥലത്ത് ഉണ്ടായിരുന്നത്. 4 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നു. 25ഓളം പേർ പരിക്കേറ്റ ആശുപത്രിയിലാണ്. ഇതിൽ 7 പേരുടെ നില ഗുരുതരമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.